ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം 16 ഞായർ, റോമാലേഖനത്തിൽ 8 അധ്യായം 26-27 തിരുവചനങ്ങൾ. അപ്രകാരം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആത്മാവ് തന്നെ അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി ഇടപെടുന്നു. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം ഇടപെടുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ക്രിസ്ത്യാനികളുടെ തേജസ്സാർന്ന ഭാഗധേയത്തെക്കുറിച്ച് ഈ 8 അധ്യായത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു 3-ാമത്തെ സാക്ഷ്യമാണ് ഈ 8 അധ്യായം പരിശോധിക്കുകയാണെങ്കിൽ 3-ാമത്തെ സാക്ഷ്യമാണിത്. ക്രിസ്ത്യാനികളുടെ മഹത്വമാർന്ന തേജസ്സാർന്ന ഭാഗധേയം, ഡെസ്റ്റിനി. തീവ്ര ദുഃഖം നമ്മൾ അലട്ടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രയാസമാണ്. ആർക്കാണെങ്കിലും തീവ്രമായ ദുഃഖത്തിലാണ് നമ്മളെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രയാസമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഞരക്കവും നെടുവീർപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഞരക്കവും നെടുവീർപ്പും ദൈവപിതാവിന് മുമ്പിൽ വികാരാധീനമായ പ്രാർത്ഥനയായി അർപ്പിക്കുന്നുവെന്നാണ് പൗലോസ് പറയണേ. കത്തോലിക്ക സഭയുടെ മതബോധനം 27-29 മുതൽ 27-31 വരെയും 27-39 നിങ്ങൾക്ക് വായിക്കാം. നമുക്ക് വല്ലാത്ത വേദന നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ചില നെടുവീർപ്പും ഞരക്കൊക്കെ ഉണ്ടാവും. നമുക്കൊരു ക്യാൻസർ ബാധിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുഞ്ഞ് മരിച്ചു. തീവ്രമായ ദുഃഖമാണ്. നമുക്ക് ചിലപ്പം മാനസിക വിഭ്രാന്തി വരാവുന്ന തരത്തിൽ, മനസ്സിൻ്റെ സമനില തെറ്റാവുന്ന തരത്തിലുള്ള വേദനയാണ്. അപ്പോൾ നമുക്ക് ചില ഞരക്കവും നെടുവീർപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ഞരക്കവും നെടുവീർപ്പും എല്ലാം ദൈവപിതാവിന് മുമ്പിൽ വികാരാധീനമായ പ്രാർത്ഥനയായി സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. എന്തൊരു ഗംഭീരമായ ആശ്വാസമാണത്, സാന്ത്വനമാണത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കാര്യം പറയുന്നത്, ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം മാനുഷിക അഭിലാഷങ്ങൾ ദൈവത്തിന് മുമ്പിൽ ശരിയായ വിധത്തിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ജഡത്തിനൊരു ബലഹീനതയുണ്ട്, അതിന് പ്രലോഭനങ്ങളുണ്ട്, ദൗർബല്യമുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ ദൈവത്തിന് മുമ്പിൽ ശരിയായ തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയാതെ വരും. ആ ദൗർബല്യത്തെ മറികടക്കുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നത് കൊണ്ടാണ്. ഞാനിത് മനസ്സിലാക്കാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി പറയട്ടെ. ഇന്ന് ഞാനൊരു ആരാധനയിൽ പങ്കെടുത്തപ്പോൾ ആ ആരാധന നയിച്ച ആൾ പറയാണ്, പ്രവർത്തനങ്ങൾക്കിടയിലും കർത്താവ് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി. തീർച്ചയായിട്ടും അത് ശരിയായ ഒരു പ്രസ്താവന തന്നെയാണ്. എങ്കിലും ഞാനാണെങ്കിൽ അങ്ങനെയല്ല അവതരിപ്പിക്കുക. കാരണം രാവിലെ 3 മണിക്കൂറും വൈകിട്ട് 3 മണിക്കൂറും കർത്താവ് പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ബൈബിൾ പരിശോധിച്ച് മനസ്സിലാക്കാം. കർത്താവിൻ്റെ ഈശോയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ ഒരു 3 മണിക്കൂർ തനിച്ച പ്രാർത്ഥന, വൈകിട്ട് ഒരു 3 മണിക്കൂർ തനിച്ച പ്രാർത്ഥന. അപ്പോൾ ഒരു 6 മണിക്കൂർ രാത്രി ഉറക്കം, 3 മണിക്കൂർ പ്രാർത്ഥന, 3 മണിക്കൂർ പ്രാർത്ഥന, 12 മണിക്കൂർ ജോലി, ഭക്ഷണവും കുളിയും, അങ്ങനത്തെ സംഗതികളൊക്കെ അതിനകത്ത് ഉൾപ്പെടും. അപ്പോൾ ഒരു 6 മണിക്കൂർ പ്രാർത്ഥനയാണ് ജീവിതം. അതായത് ദിവസം തുടങ്ങുന്നത് 3 മണിക്കൂർ പ്രാർത്ഥന കൊണ്ട്, ദിവസം അവസാനിപ്പിക്കുന്ന 3 മണിക്കൂർ പ്രാർത്ഥന കൊണ്ട്. ഈശോയുടെ കാര്യം പറയണേ ഞാൻ. ഇതൊക്കെ ബൈബിളിൽ തെളിവുള്ള സംഗതിയാണ്. അപ്പോൾ എന്തിനാണ് ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നത്? അതും ദൈവമായി ഈശോ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കേട്ട്, ദൈവം പ്രാർത്ഥിക്കുന്നു, ദൈവമായി ഈശോ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിലൂടെയാണ് ദൈവം തൃപ്തമാണെന്ന് നമ്മൾ മനസ്സിലായത് പോലും. അപ്പോൾ എന്തിനാണ് ദൈവം പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഈശോ എന്ന ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? എന്തായിരിക്കും പ്രാർത്ഥനയുടെ നിർവചനം? ദൈവപിതാവും പുത്രൻ തമ്പുരാനും പരിശുദ്ധ റൂഹായും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. നമ്മൾ കേട്ടിരിക്കുന്ന എന്താണ്? നമ്മളും ദൈവം തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. തീർച്ചയായിട്ടും അതെ. പക്ഷേ ഈശോയുടെ പക്ഷത്ത് നോക്കുമ്പോൾ, ഈശോയുടെ പരിപ്രേക്ഷത്തിൽ നോക്കുമ്പോൾ എന്താണ് പ്രാർത്ഥന? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംഭാഷണം. ആ സംഭാഷണത്തെയാണ് ആളത്വം എന്ന് പറയുന്നത്. ആള്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, 3 ആളെന്ന് പറയുന്നില്ലേ? ഈ സംഭാഷണത്തെയാണ്, ഈ ബന്ധത്തെയാണ് പറയണേ. ആ ബന്ധത്തെയാണ് ആളത്വം എന്ന് പറയണേ. അപ്പോൾ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ പല കാര്യം സംസാരിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മുട്ടുകുത്തുകയോ കൈകൾ വിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ പ്രാർത്ഥന ചെലവഴിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മെ എടുത്തുകൊണ്ട് പോയി ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ സംഭാഷണം നടക്കുമ്പോൾ
നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയാണ്. അപ്പോൾ നമ്മെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോയി ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉള്ള സംഭാഷണത്തിന്റെ ആ മടിയിൽ, അവരുടെ മടിയിൽ ഇരിക്കാൻ നമ്മെ പൊക്കിക്കൊണ്ടു പോകാൻ പരിശുദ്ധാത്മാൻ നാം അനുവദിക്കുകയാണ്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംഭാഷണം നമുക്ക് കേൾക്കാം. അങ്ങനെ കേട്ടവരാണ് പ്രവാചകന്മാർ. ദൈവത്തിന്റെ സൂനോദത്തിൽ നിൽക്കാത്ത ആരുണ്ട് പ്രവാചകനായി എന്ന് ആമോസും പിന്നീട് യെരമ്യായും ചോദിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സൂനകദോസ്, ഇയ്യോബിന്റെ പുസ്തകം, ജോബിന്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മൾ അനുവദിക്കുകയാണ് നമ്മെ പൊക്കിക്കൊണ്ടു പോകാൻ. ഇതിനാണ് പരിശുദ്ധാത്മാവ് തുണ നിൽക്കുന്നതെന്ന് പൗലോസ് പറയുന്നത്. അപ്പോൾ അവാച്യമായത് ഉച്ചരിക്കാനും അർപ്പിക്കാനും ക്രിസ്ത്യാനിക്ക് സാധിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന് തുണ കൊണ്ടാണ്. മാത്രമല്ല, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന്, അപ്പ എന്ന് ശരിക്കും വിളിക്കാൻ കഴിയുന്നത് വെറുതെ വാചകമടിയല്ല, ഉള്ളിൽ തട്ടി വിളിക്കാൻ കഴിയുന്നത് ഈ പരിശുദ്ധാത്മാവിന് തുണ കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയാണ്, പരിശുദ്ധാത്മാവ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പോലെ പുത്രനും വിശ്വാസികൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. 8:34 പറയും, റോമാലേഖനം 8:34. നമുക്ക് വേണ്ടതല്ല, നമുക്ക് ആവശ്യമായിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവും പുത്രനും പിതാവിനോട് പറയണമെന്ന് മാത്രം. നമുക്ക് വേണ്ടതെല്ലാം തരികയല്ല, നമുക്ക് ആവശ്യമായിരിക്കുന്നതാണ് തരിക. പിതാവിന് അക്കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടല്ല പുത്രനും പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ. മറിച്ച് പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകൾ നമ്മുടെ കാര്യത്തിൽ താല്പര്യമുള്ളവരാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ സംഭാഷണം, അവരെ മടിത്തട്ടിലേക്ക് നമ്മളെ പൊക്കിക്കൊണ്ടുപോയി പരിശുദ്ധാത്മാവ് നമ്മെ വെക്കുന്നു. അപ്പോൾ അവർ നമ്മൾ സംഭാഷണം കേൾക്കാം. ഒരു ദിവസം എന്തായിരിക്കും സംഭാഷണം? ഞാൻ വിചാരിക്കുന്നത്, ഒരു സങ്കല്പം പറയാണ്, പക്ഷെ ശരിയാണെന്ന് ഞാൻ വിചാരിക്കണം. പിതാവ് പുത്രനോട് പറയുക, ജോസ്, ഞാൻ 3 കൊല്ലമായി ഫലം നോക്കുന്നു, ഫലമൊന്നും കാണാനില്ല, അത് വെട്ടിക്കളാം. അപ്പോൾ പുത്രൻ തമ്പുരാൻ പറയുക, വരട്ടെ, ഞാൻ ചുവട് കിളച്ച് വളമിടാം, ഞാൻ അവന് വേണ്ടി മരിക്കാം, എൻ്റെ രക്തം ചിന്താം, എൻ്റെ രക്തവും കണ്ണീരും ഒക്കെ അവന് വളമായിട്ട് മാറട്ടെ, അടുത്ത കൊല്ലം അവൻ ഫലം ചൂടിയേക്കാം, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഇതൊരു സംഭാഷണമാണ്. നമ്മെക്കുറിച്ച്, നമ്മൾ ഓരോരുത്തരെക്കുറിച്ചുള്ള ദൈവത്തിന് മുമ്പിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ സംഭാഷണമാണ്. അപ്പോൾ ആ സംഭാഷണം കേൾക്കാൻ കഴിയുക. അങ്ങനെ കേൾക്കാൻ കഴിയുന്നവരെയാണ് പ്രവാചകന്മാരെന്ന് വിളിക്കണേ. അതുകൊണ്ടാണ് പ്രവാചകന്മാർ കൊല്ലപ്പെട്ടാലും അവർ പറഞ്ഞ സത്യത്തിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല. കാരണം പിതാവ് സംസാരിച്ചതും പുത്രൻ സംസാരിച്ചതും പരിശുദ്ധാത്മ സംസാരിച്ച് അവർ കേട്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് എങ്ങനെ പിന്തിരിയാൻ പറ്റുക? പ്രവാചകന്മാരെല്ലാം കൊല്ലപ്പെട്ടാലും വാക്ക് മാറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ ദൈവത്തിന്റെ സൂനോപത്തിൽ നിന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവിതം സംബന്ധിച്ച് ദൈവഹിതമാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നതിൽ നിർണായകമായ കാര്യം. നമ്മുടെ ജീവിതം സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഹിതം, ആ ദൈവത്തിൻ്റെ ഹിതം എന്ത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കണോ കേൾക്കണ്ടേ, എപ്പോൾ കേൾക്കണം എന്നൊക്കെ ദൈവം നിശ്ചയിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ മക്കളുടെ കാര്യം അപ്പനമ്മയ്ക്ക് ചർച്ച ചെയ്യില്ലേ? രാത്രി കിടക്കുന്ന നേരത്തെ അപ്പനമ്മയും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ആ മകനെക്കുറിച്ചും ഈ മകളെക്കുറിച്ചും ഒക്കെ അല്ലേ? എന്നിട്ട് ചിലപ്പം മക്കളോട് പറയും. മക്കളുടെ കാര്യത്തിൽ വിവരമുള്ള മാതാപിതാക്കളാണെങ്കിൽ, ചിന്തിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ഉറപ്പാക്കും. മക്കൾ നന്മയ്ക്ക് വേണ്ടി ചെയ്യും. അത് മക്കളോട് പറയും ചെയ്യും. ഞാൻ തീരുമാനിക്കും, നീ അങ്ങ് നടപ്പാക്കിക്കോ എന്നൊന്നും പറയും, നീ അങ്ങ് അനുസരിച്ചൊന്നും പറയില്ല. ഇങ്ങനെയല്ലേ നല്ലത്, ആ മോളെ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ നല്ലത് എന്ന് ചോദിക്കും. അവരോട് കൂടി ചർച്ച ചെയ്യും. അപ്പോൾ ഇത് അപ്പനറിയാം, അമ്മയ്ക്കറിയാം ഏതാണ് നല്ലതെന്നൊക്കെ ഏകദേശം അറിയാം. വിവരമുള്ള അപ്പനമ്മയുടെ കാര്യം ഞാൻ പറയണേ. അങ്ങനെയുള്ളവർക്ക് എങ്കിലും മക്കളോട് കൂടി ചർച്ച ചെയ്യും. അപ്പൻ ഇല്ലേ, ഇങ്ങനെ ഈ സംഭാഷണം അതൊരു ബന്ധമാണ്. സംഭാഷണമില്ലെങ്കിൽ ബന്ധമില്ല. സംഭാഷണത്തിലൂടെയല്ലേ ബന്ധം വളരുന്നത്. ഇതൊക്കെ അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ സംഭാഷണം നമ്മൾ കേൾക്കുകയും നമ്മൾ അവനുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും അവൻ നമ്മളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും, ഇതെല്ലാം സംഭവിക്കുന്നത് നമുക്കെങ്ങനെ കഴിയും ദൈവത്തോട് സംഭാഷണത്തിൽ ഏർപ്പെടാൻ? പരിശുദ്ധാത്മാവ് തുണയില്ലെങ്കിൽ. ദൈവം ദൈവമല്ലേ, നമ്മൾ മനുഷ്യരല്ലേ. അപ്പം ദൈവവും മനുഷ്യനും തമ്മിൽ എങ്ങനെയാണ് സംഭാഷണത്തിൽ ഏർപ്പെടുക? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തുണ തന്നെ വേണം, വേറൊരു മാർഗവുമില്ല. ഇതാണ് പൗലോസ്ലീഹ പറയണേ. ഇത് തീർന്നില്ല. ദൈവഹിതപ്രകാരം ഇടപെടുന്നത് കൊണ്ട് എന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. ദൈവഹിതപ്രകാരം ഇടപെടുന്നത് കൊണ്ട്. ആ വാക്ക് നോക്കിയാൻ, ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം ഇടപെടുന്നത് കൊണ്ട്, ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന്
ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ മാത്രമേ അറിയുന്നുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ദൈവഹിതപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകളിലും അഭിലാഷങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ഊർജ്ജസ്വലമായ ഒരു റോള് വേണമെന്നത് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. ദൈവത്തിനനുസരിച്ച് എന്നാണ് ശരിക്കും ഈ വാക്കിനർത്ഥം. കത്താത്തയ്യോ എന്നാണ് ആ ഗ്രീക്ക് വാക്ക്. ദൈവഹിതപ്രകാരം ഇടപെടുന്നു നമ്മൾ തർജ്ജമ ചെയ്യുന്നെങ്കിലും ദൈവത്തിനനുസരിച്ച് ഇടപെടുന്നെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിനനുസരിച്ചേ പരിശുദ്ധാത്മാവ് ഇടപെടും. അതായത് ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന, അവരുടെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതെല്ലാം ദൈവം കേൾക്കണോ കേൾക്കണ്ടേ എന്ന് നിശ്ചയിക്കുന്നതിൽ പരിശുദ്ധാത്മാവിന് ഊർജ്ജസ്വലമായ റോളുണ്ട്. എന്താണ്? നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കേൾക്കൂ. നമ്മളെ നശിക്കാനുള്ള ഒരു സംഗതി ദൈവം കേൾക്കില്ല. അപ്പോൾ ഈ രക്ഷാ പദ്ധതിയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത് പോലും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ. ദൈവത്തിനുള്ള ഒരു പര്യായ പദമാണ്, അല്ലെങ്കിൽ ഒരു ശീർഷകമാണിത്. 1 ശമൂവേൽ 16:7, 1 രാജാക്കന്മാർ 8:39, സങ്കീർത്തനം 7:11, 17:3, 139:1, ഇവിടെയൊക്കെ ഹൃദയങ്ങൾ പരിശോധിക്കണമെന്ന് പറയുന്നത് ദൈവത്തെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മനസ്സും ഭാഷയും ഗ്രഹിക്കാൻ കഴിയുന്നതും പരിശുദ്ധാത്മാവിന് തുണയാൽ നാം പ്രാർത്ഥിക്കുന്നതെന്നും തിരിച്ചറിയാൻ കഴിയുന്നതും ദൈവത്തിന് മാത്രമാണെന്നർത്ഥം. ഹൃദയങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലൂടെ ഇടപെടുന്ന ദൈവം, ആ പരിശുദ്ധാത്മാവിലൂടെ ഇടപെടുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സും ഭാഷയും ഗ്രഹിക്കാൻ കഴിയുന്നതും പരിശുദ്ധാത്മാവിന് തുണയാൽ നാം പ്രാർത്ഥിക്കുന്നതെന്ന് ദൈവത്തിന് തിരിച്ചറിയാൻ കഴിയുന്നതും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്. ചുരുക്കത്തിൽ ഹൃദയങ്ങൾ പരിശോധിക്കണമെന്ന് പറയുന്നത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സും ഭാഷയും ഗ്രഹിക്കാൻ കഴിയുന്ന അവനാണ്. പരിശുദ്ധാത്മാവിന് തുണയിൽ നാം പ്രാർത്ഥിക്കുന്നത് തിരിച്ചറിയാൻ കഴിയുന്നതും ഈ ദൈവത്തിന് മാത്രമാണ്. കാരണം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ 3 ആളുകൾ ചേർന്ന ഒരൊറ്റ ദൈവമാണ് നമ്മുടേത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ റോള് വളരെ വലുതാണ് നമ്മുടെ ജീവിതത്തിൽ. അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്, നമ്മുടെ അഭിലാഷങ്ങൾ ദൈവം നടത്തിത്തരുന്നത്, എപ്പോൾ എങ്ങനെ വേണമെന്നൊക്കെ ദൈവം നിശ്ചയിക്കുന്നതിൻ്റെ മാനദണ്ഡം, അതൊക്കെ കുറച്ചെങ്കിലും തിരിച്ചറിയാൻ പറ്റും ഈ പരിശുദ്ധാത്മാവിന് തുണയുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈഹലോകത്ത് നമുക്ക് ശാശ്വതമായ ഭവനമോ ശാശ്വതമായ വസ്തുക്കളോ ജീവൻ തന്നെയോ ഇല്ല. അപ്പോൾ ഈ ഈഹലോകത്തെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ജീവിതമാണ്. ആ ജീവിതത്തിലൂടെ നമ്മൾക്ക് നേടേണ്ടതെന്ന് പറയുന്നത് രക്ഷാ പദ്ധതിയിൽ പങ്കാളികളാകുക, രക്ഷ പ്രാപിക്കുക. പക്ഷെ അതൊക്കെ നടക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ തുണയിൽ നമ്മൾ ആലോചിച്ചാലും പ്രാർത്ഥിച്ചാലൊക്കെ അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് ബേസിക്കായിട്ട് അടിസ്ഥാനപരമായ വിശ്വാസമുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഉറച്ചു നിൽക്കും. എങ്കിലും ആ വിശ്വാസം കുറച്ചുകൂടി ആഴപ്പെട്ടാൽ നമുക്കത് തിരിച്ചറിയാൻ കഴിയും. ഇതൊക്കെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് വിടുന്നതിന് പകരം ദൈവഹിതമാണ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാവും. വിധി എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് തടുക്കാൻ പറ്റാത്ത ഒരു ദുരന്തം പോലെ. അങ്ങനെയല്ല. തടുക്കാൻ പറ്റാത്ത ദുരന്തമായിട്ടല്ല നമ്മുടെ കാര്യങ്ങൾ ദൈവം നിശ്ചയിക്കുന്നത്. രക്ഷാപദ്ധതിയായിട്ടാണ്, നമ്മെ രക്ഷിക്കാനുള്ള പദ്ധതിയായിട്ടാണ്. അപ്പം ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ കൺസേൺ എന്താണ്? നമ്മുടെ രക്ഷയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കണോ കേൾക്കണ്ടയോ, അഭിലാഷങ്ങൾ നടത്തണോ നടത്തണ്ടേ എന്നൊക്കെ ദൈവം നിശ്ചയിക്കുന്നത് നാം രക്ഷ പ്രാപിക്കണമല്ലോ എന്നുള്ള ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. ഒറ്റ പ്രാവശ്യം കേട്ടാൽ മനസ്സിലാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അങ്ങനെ ഈ ദിവസം ഈ വചനം കേട്ട് അതിൻ്റെ വ്യാഖ്യാനം കേട്ട് വ്യാഖ്യാനമില്ലാതെ എങ്ങനെ ബൈബിൾ മനസ്സിലാകും എന്ന് എത്യോപ്യയിലെ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഫിലിപ്പോസിനോട് ചോദിച്ചതുപോലെ നമ്മളെല്ലാവരും ചോദിക്കണം. വ്യാഖ്യാനമല്ല എങ്ങനെ മനസ്സിലാകും? ആ വ്യാഖ്യാനമാണ് ഞാൻ നൽകുന്നത്. നിങ്ങൾക്ക് ആത്മാവിൻ്റെ വാളെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട്. ശ്ലീഹന്മാർ നടപടി മുതൽ വെളിപാട് വരെയുള്ള പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളുടെ വ്യാഖ്യാനമാണ്. നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ കുറച്ച് പണം മാറ്റി വയ്ക്കുക. ദശാംശത്തവണ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നിങ്ങളുടെ വീട്ടിൽ ലൈബ്രറി ഉണ്ടാക്കട്ടെ. ഈ ആത്മാവിൻ്റെ വാളെന്ന് പറഞ്ഞിട്ടുള്ള ഈ വോളിയം 4ാമത്തെ വോളിയമാണ്. 5 വോളിയങ്ങളാണ് 4ാമത്തെ വോളിയം. അത് വായിച്ച് ഈ വ്യാഖ്യാനങ്ങൾ കേട്ട് പിന്നെ ധ്യാനിച്ച് കർത്താവിൻ്റെ കൃപയിലായിരിക്കുമ്പോൾ ഈ വചനം വെളിപാടായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.